ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓർമ്മകളിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സുകളെയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ ബാല്യകാലം അത്രമേൽ മനോഹരമാക്കിയ, എനിക്കൊരുപാട് നല്ല ഓർമ്മകൾ മാത്രം നൽകിയ എൻ്റെ നാട്ടിലേക്കാണ്. ഞാൻ ജനിച്ചത് ഇവിടെ ആണെങ്കിലും അധിക കാലമൊന്നും എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പഠനത്തിൻ്റെയും പിന്നെ കുറേ ജീവിത സാഹചര്യത്തിൻ്റെയൊക്കെ കുറേ കാരണങ്ങളാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് പകുതിക്ക് വെച്ച് TC വാങ്ങി എൻ്റെ അമ്മ എന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന കഠിനംകുളത്തുള്ള SKV LP സ്കൂളിൽ ചേർത്തു. അങ്ങനെ എനിക്ക് ഈ സ്ഥലത്തോട് ബൈ ബൈ പറയേണ്ടി വന്നു. പക്ഷെ എന്നിരിക്കലും ഈ സ്കൂൾ വെക്കേഷനൊക്കെ ആകുന്ന സമയങ്ങളില്ലേ, അപ്പം നീണ്ട കുറച്ച് അവധിക്കാലം നമുക്ക് കിട്ടില്ലേ, അപ്പം ആ അവധിക്കാലത്തെല്ലാം എൻ്റെ എല്ലാ ദിവസങ്ങളെയും മനോഹരമാക്കാൻ ഞാൻ ഇവിടെ എൻ്റെ മുത്തശ്ശിയുടെ നാട്ടിലെത്തും. ഈ നാടാണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ. കഴിഞ്ഞ കുറേ നാൾക്ക് മുൻപ് ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഇവിടെ വിസിറ്റിന് പോയി. അപ്പം നമ്മൾ കസിൻസ് എല്ലാം ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ വീട്ടിലിരിക്കുന്ന പരിപാടിയൊന്നുമില്ല, ഞങ്ങളിങ്ങനെ നാട് മൊത്തം ഇങ്ങനെ ചുറ്റി കറങ്ങും. ഈ വീടിനടുത്തൂടെ ചെറിയൊരു തോടിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറേ നടക്കാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇടവഴികളുണ്ട്. അങ്ങനെ ഭയങ്കര രസമാണ് ഇവിടെ. അമ്മ വിളിക്കണേ ചേച്ചി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാല്യകാലം ഉണ്ടല്ലോ, അത് ഇത്രമേൽ മനോഹരമാക്കിയ ഇതിനേക്കാൾ നല്ലൊരിടം വേറൊന്നില്ല എന്ന് തന്നെ പറയാം. പണ്ട് വെക്കേഷൻ സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ മുത്തശ്ശിയും മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ലോകമുണ്ട്. ഈ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോകമല്ലേ, അത് തന്നെ. അവിടെ മുത്തശ്ശിയുടെ ചില നുണക്കഥകളും കുറേ പരിഭവങ്ങളും വാത്സല്യവും പിന്നെ എൻ്റെ മുത്തശ്ശിയുടെ മാത്രം കൈപ്പുണ്യമൊക്കെ കലർന്ന ചില മധുര പലഹാരങ്ങളും. ഈ രാത്രിയില്ലേ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ആ സമയത്ത് ഇങ്ങനെ മുത്തശ്ശി കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടക്കും ഞാൻ. അങ്ങനെ കുറേ നല്ല നിമിഷങ്ങളൊക്കെ ചേർന്നൊരു സന്തോഷത്തിൻ്റെ മാത്രമുള്ള ഒരു ചെറിയൊരു ലോകമുണ്ട്. എനിക്ക് ഒത്തിരി ഒത്തിരി ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓർമ്മയുടെ ലോകം. പണ്ട് രാത്രി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് മുത്തശ്ശി കുറേ കഥകൾ എനിക്ക് പറഞ്ഞു തരും. ഞങ്ങളുടെ നാടില്ലേ, ഇവിടെ ഒരു വലിയ മലയുണ്ട്. അവിടെ 2 പാറകളുണ്ട്, ഭയങ്കര വലുതാട്ടോ. അതിനെ ഈ തമ്പുരാൻ പാറയെന്നും തമ്പുരാട്ടിപ്പാറയെന്നൊക്കെ പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഒത്തിരി വയസ്സൊക്കെ ആയെങ്കിലും ആ സ്റ്റോറിയൊക്കെ റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്ര എക്സൈറ്റ്മെൻറ്റ് സ്റ്റോറി ആയിരുന്നു അതൊക്കെ. അങ്ങനെ കഥകളൊക്കെ ഞാൻ ഒത്തിരി അറിഞ്ഞത് എൻ്റെ മുത്തശ്ശിയുടെ അടുത്തുനിന്ന്. അങ്ങനെ പതിയെ പതിയെ ഞാൻ കഥകളെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയാവോ, ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശിയെ വല്ലാണ്ട് മിസ് ചെയ്യും. അന്നേരം ഈ സ്റ്റോറീസും ഒത്തിരി മിസ് ചെയ്യും. അങ്ങനെയാണ് ഈ കഥകൾ എവിടെ കിട്ടാമെന്ന് അന്വേഷിച്ചിറങ്ങി. അങ്ങനെയാണ് പുസ്തകങ്ങളോട് ഞാൻ ചങ്ങാത്തം കൂടിയത്. അങ്ങനെ പതിയെ പതിയെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതിയെ പതിയെ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ വായന എനിക്ക് കിട്ടിയത് ഫസ്റ്റ് എൻ്റെ മുത്തശ്ശിയിൽ നിന്ന് തന്നെയാണെന്ന് പറയാം. ഈ നാടെനിക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രിയപ്പെട്ടതെന്നറിയാവോ? ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പ. അത് മാത്രമല്ലേ, ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് സ്നേഹം. പോരാത്തിന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോടെ ഒഴുകുന്ന ചെറിയൊരു തോട്, പിന്നെ കുറേ നല്ല തണുത്ത കാറ്റ്, എപ്പോഴും കിളികളുടെ ശബ്ദം, അങ്ങനെ ഒത്തിരി ഒത്തിരി. പണ്ട് ഈ കുട്ടിക്കാലത്തില്ലേ, എനിക്കും എൻ്റെ അനിയനും ചില അസുഖങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങളെ കാണാൻ മുത്തശ്ശി വരും. എങ്ങനെയാണെന്നറിയാവോ? കുറേ പൊടിക്കൈകളും പിന്നെ കുറേ ആയുർവേദ മരുന്നുകളൊക്കെ. ഇതൊക്കെ മുത്തശ്ശി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അലോപ്പതി കഴിച്ചാലും ഹോമിയോപ്പതി മെഡിസിൻ എടുത്താലും മുത്തശ്ശിയുടെ മരുന്ന് കഴിക്കാണ്ട് ഞങ്ങൾ ഓക്കെ ആയില്ല.